യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്നുള്ള വിഷയമാണ്. ദൈവത്തിനെല്ലാം സാധ്യമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനം നമുക്ക് പരിചിതമായിരിക്കും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മുടെ മാനുഷികമായ ബുദ്ധിയിലാണ്, മാനുഷികമായ ചിന്തയിലാണ് നമുക്ക് തോന്നുന്നത് ചിലതൊക്കെ അസാധ്യമാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ എല്ലാം ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് കർത്താവിന് കൊടുക്കാം. കർത്താവെ, എൻ്റെ ഈ ജീവിത പ്രശ്നത്തിൽ, എൻ്റെ ഈ ജീവിത പ്രതിസന്ധിയിൽ അങ്ങ് ഇടപെടണം എന്ന് പ്രാർത്ഥിക്കുക. നിരാശയില്ലാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയൊരു കൃപയാണ്. ദൈവം ഇന്നല്ല നാളെ എൻ്റെ ജീവിതത്തിൽ ഇടപെടും, എന്നെ സുഖപ്പെടുത്തും, എന്നെ ശക്തിപ്പെടുത്തും, ഈ തടസ്സം മാറ്റും, എൻ്റെ ജീവിതത്തെയും കുടുംബത്തെയും ദൈവം അത്ഭുതകരമായിട്ട് നയിക്കും. ഈ ഒരു വിശ്വാസത്തിൽ പ്രിയപ്പെട്ടവരെ മുന്നോട്ട് നീങ്ങാനുള്ള വലിയ കൃപ നമുക്ക് ഇന്ന് കർത്താവിനോട് യാചിക്കാം. ദൈവകരുണയുടെ ചിത്രത്തിന് താഴെ ഒരു വാക്യമുണ്ടല്ലോ, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമുക്കെപ്പോഴും ഈശോയിലൊരു ശരണം ഉണ്ടായിരിക്കും. ചിലപ്പോൾ പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകാം, രോഗാവസ്ഥകളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം, സങ്കടങ്ങളുണ്ടാകാം, സഹനങ്ങളുണ്ടാകാം. അപ്പോഴൊക്കെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ഈശോയെ നോക്കി, ഈശോയെ, ഞാൻ ഇപ്പോഴും നിന്നിൽ ശരണപ്പെടുന്നു, നീ എന്നെ ഉപേക്ഷിക്കില്ല, കൈവിടില്ല, എനിക്ക് ഉറപ്പാണ്. ഈ വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അറിയാം, സ്നേഹമുള്ള കർത്താവാണ്, കരുണയുള്ള കർത്താവാണ്, വിശ്വസ്തനായ കർത്താവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, മകളെ, കർത്താവ് നിന്നെ ഒരിക്കലും കൈവിടില്ല. അതുകൊണ്ട് വിശ്വാസത്തോടെ, പ്രത്യാശയോടുകൂടെ, നിരാശ കൂടാതെ നമുക്ക് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഏറ്റെടുക്കുന്ന പരിത്യാഗങ്ങൾ, ത്യാഗപ്രവൃത്തികൾ എല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ, അതെല്ലാം കൈക്കൊണ്ട് ഞങ്ങളുടെ തടസ്സങ്ങൾ മാറ്റണമേ. ബുദ്ധിമുട്ടുകളിൽ, ജീവിത പ്രതിസന്ധികളിൽ കർത്താവെ, അത്ഭുതകരമായിട്ട് ഈ നോമ്പ് കാലത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.